ഗണേഷ് കുമാർ, എന്തുകൊണ്ട് നിങ്ങൾ വിശദാംശങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് എന്തോ മറച്ചു വെക്കാനുണ്ട്. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ യന്ത്ര സംവിധാനത്തിൻ്റെ ഭാഗമായി, ഒരു വലിയ മെഷീനറിയുടെ ഭാഗമായി നടക്കുന്ന ഒരു തിരിമറിയാണെന്ന് സംശയിക്കുന്നു. അലന്തിൽ അത് പിടിക്കപ്പെട്ടു. മിക്കവാറുമെല്ലാം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഒരു വാർത്താസമ്മേളനം നടത്തി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളിപ്പോയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇനി വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ വരുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഒരു കാരണവശാലും ഇനി ആ പണിക്ക് നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ രാജ്യത്തോട്, ഇവിടുത്തെ വോട്ടർമാരോട് മറുപടി പറയണം. എന്തുകൊണ്ട് കർണാടകത്തിലെ CID സംവിധാനങ്ങൾ ഇത്രയും ഗുരുതരമായ, അതായത് ചില്ലറ കളിയല്ല, എല്ലാ ബൂത്തിലെയും ഒന്നാം നമ്പറുകാരൻ മാത്രം ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം സമർപ്പിക്കുന്ന, രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കും വോട്ടർ പട്ടിക തിരുത്തലിന് അപേക്ഷ പോകുന്ന കള്ള നമ്പറുകളും സംസ്ഥാനത്തിന് പുറത്തുള്ള നമ്പറുകളും കർണാടകത്തിന് പുറത്തുള്ള നമ്പറുകളും ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സംവിധാനത്തിൽ ഭാഗവാക്കായ ഒരു കാര്യത്തിൽ 18 തവണ കത്തയച്ചിട്ടും എന്തുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കുന്നില്ല? താങ്കളെ കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന് വിളിക്കണ്ടെങ്കിൽ ഈ കാര്യത്തിന് മറുപടി പറയണം. അല്ലെങ്കിൽ ഗണേഷ് കുമാർ കള്ളന് കഞ്ഞിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും.